ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടിയായ പോരാട്ടം 2025 എന്നുള്ളത് എരുമേലി ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ എത്തിയിരിക്കുന്ന പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സ്വാഗതം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മറിയാമ്മ സണ്ണി, സ്വാഗതം. പ്രതിപക്ഷ നേതാവ് മാത്യു ജോസഫ്, സ്വാഗതം. LDF പ്രതിനിധി VI അജി, സ്വാഗതം. UDF പ്രതിനിധി റെജി അമ്പാറ, സ്വാഗതം. BJP പ്രതിനിധി ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മൾ എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്, പക്ഷേ ഈ സദസ്സിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. നമ്മൾ ആരംഭിക്കുന്നു ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025. ആദ്യം പ്രസിഡന്റിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടം എരുമേലി ഗ്രാമപഞ്ചായത്തിന് ഈ ഭരണസമിതിക്ക് എന്തൊക്കെ ചെയ്യാനായി സാധിച്ചിട്ടുണ്ട്? പ്രകടന പത്രികയിലെ എത്രത്തോളം വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഈ 5 വർഷത്തെ ഭരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഏതാനും മാസങ്ങൾ, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഭരണം തീരുവാനുള്ള. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഏറെ ദുഃഖം എന്ന് പറയുവാൻ, ഞങ്ങൾ 23 മെമ്പർമാരായിരുന്നു ഭരണത്തിൽ തുടർന്നപ്പോൾ. അതിൽ ഒരു മെമ്പർ മരിച്ചുപോയി. അത് ഏറെ എല്ലാ മെമ്പർമാരുടെയും ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ ഈ ഭരണസമിതി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഇപ്പോൾ 1 വർഷമായി വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായി. അതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡൻ്റായി. ഈ ഒരു ഭരണഘട്ടത്തിൽ തന്നെ 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ സാധിച്ചു. അതും ഏറെ അഭിമാനമാണ്. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയാൻ, എരുമേലി ഗ്രാമപഞ്ചായത്തിൽ എടുത്തു പറയാനും വേണ്ടി ബാംഗ്ലൂരിൽ ഞങ്ങൾ ഭരണപ്രതിപക്ഷമില്ലാതെ ഒരു FSTP സന്ദർശിച്ചു. എരുമേലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എരുമേലിക്ക് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഈ FSTP എന്നാണ് അവിടെ പോയി കണ്ടതിന് ശേഷം ഞങ്ങൾ മെമ്പർമാരെല്ലാം കൂടി ആലോചിച്ചത്. ശുചിത്വ മിഷനും പഞ്ചായത്തും കൂടിയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. ഇതിൻ്റെ അടങ്കൽ തുക എന്ന് പറയുന്നത് 3,76,60,000 രൂപയാണ് ഇതിൻ്റെ അടങ്കൽ തുക എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ GST ഉൾപ്പെടെയുള്ളത് 5,10,11,661 രൂപയാണ് ശുചിത്വ മിഷൻ നമുക്ക് തരുന്നത്. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം എരുമേലി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തി. ഇത് നടത്തുന്നോ നടക്കുകയില്ലയോ എന്നുള്ളത് ഒരു പ്രതിപക്ഷത്തിൻ്റെ ആരോപണമുണ്ട്. ഈ ആരോപണമൊന്നുമല്ല. എരുമേലി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 12 പഞ്ചായത്തിൻ്റെ കൂടെ സ്ലീവേജിൽ നിന്നാണ് ഈ ടോയ്ലറ്റ് മാലിന്യമാണ് നമ്മൾ എടുക്കുന്നത്. എരുമേലി പഞ്ചായത്തിനെ കൂടെ കൂട്ടി 13 പഞ്ചായത്ത്. ഇതെത്രമാത്രം നമുക്ക് എരുമേലി ഗ്രാമപഞ്ചായത്തിന് കവുങ്ങുംകുഴി എന്ന പ്ലാന്റിലാണ് ഇത് സ്ഥാപിക്കുന്നത്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഏജൻസിയാണ് ടെൻഡർ ക്ഷണിക്കുകയും പാലക്കാടുള്ള ഏജൻസിയാണ് ഇത് കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് കൂടി നിന്നുകൊണ്ട് ശുചിത്വ മിഷനും പഞ്ചായത്തും കൂടാണ് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഭരണസമിതി അറിഞ്ഞു. എല്ലാവർക്കും തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ഓക്കെ, മറ്റു എന്ത് പദ്ധതികളൊക്കെയാണ് ഈ 5 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത്? 5 വർഷക്കാലം നടപ്പിലാക്കുന്ന ഏറ്റവും എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് ഒരു നല്ല മിനി സിവിൽ സ്റ്റേഷൻ എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് 30 സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം എഴുതി അത് ആധാരം ചെയ്തു. 27 സെൻറ്റ് 2.5 ലക്ഷം രൂപ ഒരു സെൻറ്റിന് മേടിച്ചുകൊണ്ട് 3 സെൻറ്റ് സ്ഥലം ഇവിടെ നമുക്ക് പഞ്ചായത്തിന് വെറുതെ തരികയും കൂടെ ചെയ്തു. ഇത് പഞ്ചായത്ത് ഭരണസമിതിക്ക് എടുത്തു പറയത്തക്ക ഒരു നേട്ടം തന്നെയാണ്. ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ഗതാഗത കുരുക്കുകൾ ഏറെയുള്ളതാണ്. പ്രത്യേകിച്ച് സീസൺ സമയങ്ങളിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ശബരിമല സീസണിലെ എല്ലാ മുന്നൊരുക്കങ്ങളും
നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ ഭരണസമിതി ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. അതിനു മുമ്പേ തന്നെ നമ്മൾ ശബരിമല മുന്നൊരുക്കം എന്ന ഒറ്റ അജണ്ട ഇട്ടുകൊണ്ട് ശബരിമല സീസണിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എഗ്രിമെൻ്റ് ചെയ്തു, പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ഒന്നും തന്നെ ഇനി നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്? ഹരിതകർമ്മസേനക്കാർ എല്ലാവരും തന്നെ എല്ലാ വാർഡിൽ നിന്നും കൃത്യമായ രീതിയിൽ എല്ലാ മാസത്തെയും കളക്ട് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ശബരിമല സീസണിൽ ഹരിത ചെക്ക് പോസ്റ്റുകളാണ് മണ്ഡലകാലത്ത് നമ്മൾ ഹരിതകർമ്മസേനക്കാർ ചെയ്യുന്നത്, ഹരിത ചെക്ക് പോസ്റ്റുകൾ. ഓക്കെ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പ്രതിപക്ഷ നേതാവിലേക്ക് എത്തുകയാണ്. മികച്ച പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് കാഴ്ചവെക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു എന്നും പ്രസിഡന്റ് പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത്? അപ്പോൾ എനിക്ക് ആദ്യമേ പറയുവാനുള്ളത്, നിങ്ങൾ ആദ്യത്തെ ചോദ്യം പ്രസിഡന്റിനോട് ചോദിച്ചത് കഴിഞ്ഞ LDFിൻ്റെ പ്രകടന പത്രികയെ പറ്റിയാണ് ചോദിച്ചത്. ഓക്കെ, അത് മറുപടി പറയുവാൻ പുള്ളിക്കാരിക്ക് ആകത്തില്ല. കാരണം അത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് അവരോട് ആ LDFിൻ്റെ പ്രകടന പത്രികയെ പറ്റി ചോദിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ എരുമേലി എന്ന് പറയുന്നത് കോടിക്കണക്കിന് ശബരിമല തീർത്ഥാടകർ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ ശബരിമല അയ്യപ്പ ഭക്തന്മാർക്ക് നമ്മൾ ഒരു റൂട്ടീനായി നടത്തി വരുന്ന അതായത് എല്ലാ വർഷവും നടത്തി വരുന്ന ചില സൗകര്യങ്ങളുണ്ട്. എന്നാ നമ്മൾ ആകെപ്പാടെ ചെയ്യുന്നത്, നമ്മൾ KSRTCക്ക് സ്ഥലം വാടകയ്ക്ക് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ പോലീസുകാർക്ക് താമസിക്കാൻ റൂം എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാലങ്ങളായി നടന്നു വരുന്ന ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപരമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഒരു നടപടിയും ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഈ 5 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല. അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ അടിഞ്ഞുകൂടുന്ന ജൈവ മാലിന്യങ്ങൾ, അതായത് ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് അടിഞ്ഞുകൂടുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കമുകുഴിയിലുള്ള മാലിന്യ പ്ലാന്റിൽ തുമ്പൂർ മോഴി മോഡൽ പ്ലാന്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 5 വർഷമായി അവിടെ ഇത് സംസ്കരിച്ചതായി യാതൊരു അറിവ് എനിക്കില്ല. അത് എല്ലാ വർഷവും നമ്മൾ ആർക്കെങ്കിലും ടെൻഡർ വിളിച്ച് അവർ അങ്ങോട്ട് പൈസ കൊടുത്താണ് നമ്മുടെ ജൈവ മാലിന്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് കാഴ്ചപ്പാടുള്ള, ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറായി വന്ന ആദ്യ കമ്മിറ്റി മുതൽ ഞാൻ അവതരിപ്പിച്ച ഒരു കാര്യമാണ്. ആ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് തുമ്പൂർ മോഡൽ പ്ലാന്റിൽ സംസ്കരിച്ച് അത് ജൈവ വളമാക്കി ഇവിടുത്തെ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അത് ഇതുവരെയും അത് നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കവിടെ സംഭവമുണ്ട്. അതായത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവിടെ തുമ്പൂർ മോഴി മോഡൽ പ്ലാന്റ് പണിതിട്ടിട്ടുണ്ട്. ആ സംഭവം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു കാര്യം. അതിൻ്റെ ഒരു പ്രധാന കാരണമായി ഇവർ പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടാകുന്ന ചില സാമ്പത്തിക ലാഭങ്ങൾ, അത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷക്കാലം മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ലെന്ന് താങ്കൾ പറഞ്ഞു. ഇനി എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇവർ പറയുന്ന ആകെപ്പാടെ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി 30 സെൻറ്റ് സ്ഥലം ഇവിടെ വാങ്ങി എന്ന് ഉള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് വാങ്ങിയത് സുതാര്യമല്ല എന്ന് ഞങ്ങൾ ആരോപിച്ചു. അത് സുതാര്യമല്ല. കാരണം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട കരാറിൻ്റെ പകർപ്പ് ഞാൻ രേഖാമൂലം ആവശ്യപ്പെട്ടു. അത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ വിവരാവകാശ നിയമം അനുസരിച്ച് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വിവരാവകാശം വെച്ചിട്ട് ഇതിൻ്റെ പകർപ്പ് വേണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും തരാതിരിക്കാൻ പറ്റത്തില്ല. കൂടി വന്നാൽ 30 ദിവസം കഴിയുമ്പോൾ ഇത് തരണം. അത് അതായത് സ്ഥലം വാങ്ങിയതിനല്ല നമ്മളെതിര്, അത് സുതാര്യമായി അല്ല നടന്നതെന്ന് ആരോപണമുണ്ട്. സുതാര്യമല്ല എന്നാണ് എൻ്റെ ആരോപണം. അതിനോടൊപ്പം നമുക്ക് ഇവിടെ സ്ഥലം വാങ്ങുന്നതിനപ്പുറത്ത് ഇവിടെ എരുമേലി പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് അത് നമുക്ക് അത് അൺഫിറ്റാണെന്നാണ് ഇപ്പോൾ അൺഫിറ്റാണ്. ശരിക്കും അത് കാലഹരണപ്പെടാറായി നടക്കുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെ നമ്മളത് പുതിയ ബിൽഡിങ് പണിയുകയും അതോടൊപ്പം അവിടെ ബസ് ടെർമിനലിലും നമുക്ക് ചെയ്യാൻ പറ്റും.
അതാണ് ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ഓക്കെ എൻ്റെ അഭിപ്രായം. ഓക്കെ വീണ്ടും തിരിച്ചു വരാം. വീണ്ടും LDF പ്രതിനിധിയിലേക്ക് എത്തിക്കുകയാണ്. 2 ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുമ്പൂർ മൊഴി മോഡലിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് നടത്തുന്നതിൽ സാമ്പത്തികമായിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഒപ്പം തന്നെ മിനി സിവിൽ സ്റ്റേഷൻ്റെ സ്ഥലം മേടിച്ചതുമായി ബന്ധപ്പെട്ട് സുതാര്യമല്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ മറുപടി? ആദ്യമേ തന്നെ ഇവിടെ പ്രസിഡന്റിനോട് ചോദിച്ചു, നിങ്ങളുടെ 5 വർഷക്കാലം എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തനം കൂടിയായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ട് പങ്കെടുക്കുന്ന ആൾ സൂചിപ്പിച്ചത്, അത് പറയാനുള്ള യോഗ്യത അല്ലെങ്കിൽ അവകാശം എന്താണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആൾക്ക്? ആരുടെ കൂടെ പോവാ? ഞങ്ങളുടെ കൂടെ പോവാ? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെ അവരവരുടെ കൂട്ടത്തിൽ നിർത്തി ഈ എരുമേലി പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം നടപ്പിലാക്കാൻ ആർജവും കഴിവും പ്രാപ്തിയും ഇല്ലാതെ പോയത് LDFൻ്റെ കുഴപ്പമാണോ? അത് ആദ്യം അവരാണ് മനസ്സിലാക്കേണ്ടത്. ആ ചോദ്യം തിരിച്ചു തന്നെയാണ് അങ്ങോട്ട് ചോദിക്കേണ്ടത്. അപ്പം അത് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയ. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ച ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തുമ്പൂർ മൊഴി നല്ലൊരു പദ്ധതിയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുന്ന എരുമേലി, ആ എരുമേലിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടങ്ങുന്ന വേസ്റ്റുകളാണ് കൂടുതലായും നമ്മുടെ എരുമേലിയിൽ വന്നു ചേരുന്നത്. അതിൽ ഷാമ്പു അടക്കമുള്ള, ഇപ്പം സൂചിപ്പിച്ചിട്ടുള്ള ഷാമ്പു അടക്കമുള്ള വസ്തുക്കളുടെ പ്ലാസ്റ്റിക്, അല്ലാതെ അയ്യപ്പ ഭക്തന്മാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം അതെല്ലാം വന്നു ചേരുന്നത് ഈ കൗങ്കുഴി പ്ലാന്റിലേക്കാണ്. ദിവസങ്ങളോളം ആളുകളുടെ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷവും നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വന്നു ചേരുന്ന മാലിന്യത്തെ ഒരു പ്ലാന്റിലൂടെ നമുക്ക് ജൈവ മാലിന്യ സംസ്കരണത്തിലൂടെ വളമാക്കി മാറ്റിയെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ കൗങ്കുഴി പ്ലാന്റ് തന്നെയാണ് ഈ കുമിഞ്ഞു കൂടുന്ന ടണ്ണ് കണക്കിനുള്ള മാലിന്യത്തെ സംസ്കരിക്കുന്നതിനും അത് ജനങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിനും ഉപയോഗിക്കപ്പെടുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഒരു മാലിന്യ പ്രശ്നം നാളിതുവരെയായി മാലിന്യം കുമിഞ്ഞുകൂടി ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നൊരു ആക്ഷേപം മാധ്യമങ്ങളിലൂടെ പോലും വന്നിട്ടില്ലല്ലോ. പ്രതിപക്ഷം പറയുന്നത് അവിടെ ഒരു പരിപാടി നടക്കുന്നില്ല. പ്രതിപക്ഷത്തിന് എന്തും പറയാമല്ലോ. പ്രതിപക്ഷം എപ്പോഴും സ്വാഭാവികമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, മറ്റൊരു കാര്യം, വേസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട്, അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ? എങ്ങനെ അഴിമതി നടക്കും? അഴിമതി നടക്കുന്നു എന്ന്, അഴിമതി എന്ന് പറയുന്ന വാക്ക് പറയാൻ എല്ലാവർക്കും കഴിയും. അഴിമതി എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നതാണ് ധാർമ്മികത. അതിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്ര വർഷക്കാലമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടം വരെയും എന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ജോലി? അഴിമതി ഉണ്ടെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഉണ്ടെങ്കിൽ, ആ ഭരണ സമയത്ത് എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ പറയണം, ചൂണ്ടിക്കാണിക്കണം. ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ കാണിച്ചിരിക്കുന്ന അഴിമതിയാണെന്ന് പറയണം. ഇതൊന്നും പറയാതെ ഏതെങ്കിലും ചാനലുകളിലോ ഏതെങ്കിലും സൗകര്യം കിട്ടുന്ന സമയത്ത് വന്നിട്ട് അഴിമതിയാണെന്ന് പറഞ്ഞാൽ ആ അഴിമതി എന്ന് പറയുന്ന വാക്കുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളെയും സമൂഹത്തിനിടയിൽ അപമതിപ്പുണ്ടാക്കാം എന്നതിനപ്പുറം കാര്യത്തിലേക്ക് കിടക്കില്ല. മറ്റൊന്ന്, നമ്മുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവരെന്നാ കണ്ണടച്ചിരിക്കുമായിരുന്നല്ലോ. ഇത് ഓരോ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഒരു സ്ഥലമെടുക്കാൻ പറ്റുള്ളൂ. ഇത് പോക്കറ്റിൻ്റെ അടുത്ത് ഇട്ടുകൊണ്ട് നടക്കുന്നൊരു സംഭവമാണോ? എരുമേലിയുടെ ഹൃദയഭാഗത്ത് 30 സെൻറ്റ് സ്ഥലം എടുക്കുന്നുണ്ടെങ്കിൽ ആ 30 സെൻറ്റ് സ്ഥലം എടുക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായ സർക്കാർ പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ബഡ്ജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേ പറ്റുള്ളൂ. DPC അടക്കം തുക വെച്ചുകൊണ്ട് അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. കമ്മിറ്റി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയെങ്കിലേ കഴിയുള്ളൂ. ഇതെല്ലാം ചെയ്തതിന് ശേഷം നടക്കില്ല എന്ന് പറഞ്ഞിരുന്ന, ആഗ്രഹിച്ചിരുന്ന, നടക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചിരുന്ന കാര്യം ഇപ്പം നടന്നു എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് സുതാര്യത കുറവ്. അത് ആർക്കും പറയാവുന്നേ. ഒന്നും നടന്നില്ലായിരുന്നുവെങ്കിൽ ഇത് പറയാൻ പറ്റുമല്ലോ. ഇത് നടന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് പറയാൻ പറ്റുന്നത്. സുതാര്യത കുറവുണ്ട്, കുറവുണ്ടെന്ന്. ഞാൻ പ്രതിപക്ഷത്തിലേക്ക് വീണ്ടും വരാം. UDFന്റെ പ്രതിനിധിയിലേക്ക് ചോദിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് ജയിച്ച ആളാണ് ഇന്നത്തെ പ്രസിഡന്റ്. നിങ്ങൾക്ക് കൂടെ നിർത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല? 2025 ഒരു തെരഞ്ഞെടുപ്പ് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സമയത്താണ്
ഈ ചർച്ച ഇവിടെ വന്നിരിക്കുന്നത്, ഈ പോരാട്ടം ചർച്ച ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് LDF ആയിരുന്നു എരുമേലി പഞ്ചായത്ത് ഭരിച്ചിരുന്നു. അന്ന് കൃഷ്ണകുമാർ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷം കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ എരുമേലിലെ ജനങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് UDFനെ വിജയിപ്പിച്ചത്. 11 കോൺഗ്രസ് മെമ്പർമാരും ഒരു വിമത കോൺഗ്രസ് പ്രതിനിധിയും ജയിച്ചു വന്നു. പക്ഷേ ഈ ജനാധിപത്യ സംവിധാനത്തെ കൊല ചെയ്യുന്ന കാഴ്ചയാണ് പല തവണയായിട്ട് എരുമേലി പഞ്ചായത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എരുമേലി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ജനങ്ങളുടെ വിശ്വാസത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ പ്രലോഭനങ്ങളിലൂടെ മോഹിപ്പിച്ച് പല മെമ്പർമാരെ, ഒരു മെമ്പർമാരെയല്ല, പല മെമ്പർമാരെയും വലവീശി പിടിച്ചാണ് LDF പലതവണയായിട്ട്. അവരെന്തുകൊണ്ടാണ് അവിടുന്ന് പോയത്? ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുന്നു, പക്ഷെ എന്തുകൊണ്ട് പോയി എന്ന് പറയുന്നത് ഈ പ്രലോഭനങ്ങളാണ് പലപ്പോഴും അവരെ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. അതിൻ്റെയൊക്കെ പ്രതിഫലനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഉണ്ടാകും. നമുക്കറിയാം, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് എരുമേലിലേക്ക് കടന്നു വരുന്നത്. ഈ പറയുന്ന മാലിന്യ പ്ലാന്റ് അടക്കമുള്ള കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വന്നതാണ്. ഇത്രയും വർഷം വേണോ അവിടെ കാര്യങ്ങൾ നടത്താൻ? അതുപോലെ തന്നെ അറവുശാല, ഷീ ഹോസ്റ്റല്, നിങ്ങളിപ്പോൾ ആ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡിലേക്ക്, നമുക്കറിയാം പമ്പയിലേക്ക് ഓരോ മണിക്കൂർ ഇടപെട്ട് പോകുന്ന അവിടുത്തെ സ്ഥിതി ഒന്ന് കണ്ടാൽ ഈ കോടിക്കണക്കിനായിട്ടുള്ള ആളുകൾ എരുമേലി വരുമ്പോൾ അവർ മൂക്കത്ത് കൈവെക്കും. അവർ ചോദിക്കും, ആരാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് ചോദിക്കും. ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി LDF ആണ്. ആ ബസ് സ്റ്റാൻഡിന് എതിരെ കോടതി ഉത്തരവുണ്ടോ? കോടതിയുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മഴയത്ത് ആ മതിൽ കെട്ടിടിഞ്ഞ് അവിടുത്തെ വർക്കേഴ്സിൻ്റെ മേലേക്ക് വീഴേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലും പരിഹരിക്കാൻ പറ്റില്ല. 10 ദിവസമുള്ളൂ ഇനി 1-ാം തീയതിക്ക്. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി നോക്കി, ഇവിടുത്തെ റിംഗ് റോഡുകളുടെ സ്ഥിതി നോക്കി, പലപ്പോഴും നമ്മൾ കടന്നു വരുന്ന പാതകളുടെ സ്ഥിതി നോക്കി. ഒരു കാര്യവും ചെയ്യാത്ത ഒരു ഭരണസമിതി. വളരെ വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണിത്. സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കുന്നത് LDF, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത്, സർവ്വസന്നാഹങ്ങളോടായിട്ട് എരുമേലിക്ക് ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ്. തിരിച്ചു വരാം. പ്രസിഡന്റിലേക്ക് കൂടെ ഒന്നുകൂടി എത്തുകയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് മത്സരിച്ച് മറ്റ് LDFന്റെ പ്രലോഭനങ്ങളിൽ വീണാണ് ഇവിടെ എത്തി പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം. അങ്ങനെയാണോ? പ്രലോഭനമൊന്നുമല്ല, അത് കോൺഗ്രസിൻ്റെ മെമ്പർമാരിൽ നിന്ന് തന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ള ഈ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഈ പഞ്ചായത്ത് മെമ്പറുടെ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റിയിൽ എനിക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വിവരക്കേടെന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും പറഞ്ഞേ ഏക മെമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പം നിൽക്കുന്ന പ്രതിപക്ഷ മെമ്പർ തന്നെയാണ്. അതെനിക്ക് പറയാനുള്ള ഈ പ്രതിപക്ഷത്തുള്ള മെമ്പർ ഈ 2020 ഇവിടെ ജയിച്ചു വന്നപ്പോൾ തുമ്പൂർമൊഴി എന്ന മാലിന്യ പ്ലാന്റിൽ പോവുകയും അവിടെ തുമ്പൂർമൊഴിയിൽ വളവാക്കുകയും അന്ന് വളവാക്കിയത് നമ്മൾ പൊടിച്ച് അത് ലേലം ചെയ്തായിരുന്നു. അതിനുശേഷം ആ തുമ്പൂർമൊഴി കേടായി വന്നു. അതിന് ശേഷം അത് പണിത് ഇപ്പോൾ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തത വേണം. അല്ലാതെ അവിടുന്ന് മാലിന്യം വാരി പൈസ ഉണ്ടാക്കേണ്ട ഒരു ഗതികേടൊന്നും ഇന്നത്തെ ഭരണസമിതിക്ക് ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, ഇവിടെ നമ്മൾ അയ്യപ്പ ഭക്തന്മാർ ഇവിടെ ശബരിമല സീസണിൽ വന്നു പോയി കഴിയുമ്പം ഒരുപാട് വസ്ത്രങ്ങൾ, ഇലകൾ ഒക്കെ വരുന്ന, ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസുലേറ്റർ ഉണ്ട് പഞ്ചായത്തിന്, എടുത്തു കാണിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ 30 മുമ്പ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു 7 മാസം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിയെ അന്നത്തെ മുട്ടക്കോഴി, അന്നത്തെ പാവം പിടിച്ച ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പദ്ധതി എന്തിയെ, കാലിത്തീറ്റ എന്തിയെ? പ്രതിപക്ഷ മെമ്പർ എന്ന് പറഞ്ഞേ എവിടെ പോയി? എല്ലാം വെള്ളത്തിൽ പോയി DPC അംഗീകാരം മേടിച്ചുകൊണ്ട് വന്നിട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന്റെ കസേര ഇരുന്നാൽ പോരാ, അന്നത്തെ ഭരണസമിതിയുടെ ആൾക്കാർ ചോദിക്കണമായിരുന്നു എന്തിയെ പാവങ്ങൾക്ക് കിട്ടണ്ട. എന്നാൽ ഇപ്പോൾ എടുത്തു കാണിക്കാം, ഏതെങ്കിലും ഒരു പദ്ധതി അതിന് അംഗീകാരം കിട്ടാതോ അത് നടപ്പിലാക്കാതോ ഇരുന്നിട്ടില്ല. എല്ലാ പദ്ധതികളും എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പടിയിറങ്ങാൻ പോകുന്നത്. ലൈഫ് ഭവന പദ്ധതി ഉണ്ട്. എത്ര വീടുകൾ വെച്ച് കൊടുക്കാൻ പറ്റും? 800 5 വർഷം കൊണ്ട്
അല്ലാതെ 400 അല്ലേ, അത് വൈസ് പ്രസിഡന്റ് പറയും. Okay. അതിന്റെ അല്ല, അത് പറയാതെ നമുക്ക് ഓരോ വാർഡിലും വീടും സ്ഥലവും ഉള്ളവരെ ലൈഫിന്റെ വീട് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ മെമ്പർമാർക്കും തുല്യമായിട്ടാണ് ഇവിടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ല ഒരു മെമ്പർമാർക്ക് കൂടുതലോ അല്ലെ കോൺഗ്രസിന്റെയോ LDFന്റെയോ മെമ്പർമാർക്ക് കുറവോ അങ്ങനെയല്ല. ഓക്കെ ഓക്കെ, പ്രതിപക്ഷത്തിലേക്ക് എത്തിക്കണം. 2 ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിന് തെളിവുകളുണ്ടോ? ഞാൻ പറഞ്ഞ പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ ഏറ്റവും മികച്ച നേട്ടമായി കാണുന്ന സ്ഥലമെടുപ്പ് സുതാര്യമായി അല്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതുവരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നിഷേധിച്ചിട്ടില്ല. ഒന്ന്, സ്ഥലം അവർ പറയുന്നു അതിനകത്ത് വേറെ അഴിമതിയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് കാണാൻ മേലാത്ത ഏത് രേഖയാണ് പഞ്ചായത്തിലുള്ളത്, ഏത് രേഖയാണ്, അല്ലെങ്കിൽ ഈ രേഖ എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ മുന്നിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് കരാർ മറച്ചു വെക്കുന്നു? എൻ്റെ ചോദ്യം. കാണിക്കുന്നില്ല. ഞാൻ രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇതിൻ്റെ കരാറിൻ്റെ കോപ്പി വേണം എന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തപ്പോൾ അത് തരാൻ പറ്റില്ല, പ്രസിഡന്റിൻ്റെ നിർദ്ദേശം ഉണ്ട് എന്നാണ്, കൊടുക്കാൻ പാടില്ല എന്നാണ് ബന്ധപ്പെട്ട സെക്രട്ടറി. അല്ല, എന്റെ സഹമെമ്പർ പറയുന്നത് വെറും വിട്ടിത്തരവാന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പഞ്ചായത്ത് മെമ്പർ, അതായത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ട് DPC അംഗീകാരം മേടിച്ചുകൊണ്ട് പ്രതിപക്ഷ ഭരണപക്ഷമില്ലാതെ വന്ന് സ്ഥലം കണ്ടുകൊണ്ട് എല്ലാം തീരുമാനിച്ചുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുപ്പുമായിട്ട് നടന്നത്. പിന്നെ മെമ്പർ പറയുന്നു അതിൻ്റെ ആധാരം എഴുതിയതിൻ്റെ എന്തിയെ അങ്ങോട്ട് പഞ്ചായത്തിലെ പല പേപ്പറുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന് കർശന നിർദ്ദേശം ഞാൻ സെക്രട്ടറിക്ക് കൊടുത്തു. ആവശ്യം നമുക്ക് എടുക്കാമല്ലോ. വിവരാവകാശം വെച്ച് എടുക്കുന്ന ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു മെമ്പർ തന്നെയാണ് എൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എൻ്റെ മാത്യു ജോസഫ് മെമ്പർ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വിവരാവകാശം വെച്ചിട്ട് എടുത്തോട്ടെ. ആധാരം കാണിക്കില്ല, ആധാരം കൊടുക്കും, വിവരാവകാശം വെച്ചെടുത്തോട്ടെ. വിവരാവകാശം വെച്ചാലേ കൊടുക്കുകയുള്ളൂ. എന്നാ ചോദിച്ചാൽ എല്ലാ പേപ്പറുകളും നമ്മൾ അല്ല, ഇതിൻ്റെ അകത്ത് സാമാന്യ നമ്മുടെ പനച്ചി മെമ്പർ ഒരു ഭാഷ പറയും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന്. ഇത് എല്ലാ രേഖകളും ഉണ്ട്. അതായത് ചെറുതായിട്ട് നമുക്ക് അങ്ങനെ ഒരു അംഗീകാരമൊന്നും കിട്ടുന്നതല്ല ഈ ഗവൺമെന്റിന്റെ വസ്തു വാങ്ങിക്കുക എന്നുള്ളത്. അതിന് എല്ലാ പേപ്പറുകളും എല്ലാ നടപടികളും സ്വീകരിച്ച് ആണ് നമ്മൾ ഇത് നടപ്പിലാക്കി. ഇതിനു വേണ്ടിയിട്ട് കമ്മീഷൻ മേടിക്കുന്നു, അതും എന്ത് വേണേലും ആരോപണം പറയാവേ, ആരോപണം പറയല്ല, കാണിച്ചു തരണം. ഓക്കെ. രണ്ടാമത് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ അഴിമതി നടന്നിട്ടുണ്ടോ? അതിന്റെ തെളിവുകളുണ്ടോ? ഞാനേ ഒരു കണക്ക് വായിക്കാം. ഈ കഴിഞ്ഞ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഇല എന്ന് പറയുന്ന ഒരു ഏജൻസിയെ അത് ടെൻഡർ ഇല്ലാതാണ് ഏൽപ്പിച്ചത്. അതായത് അക്രഡിറ്റഡ് ഏജൻസികളാണെങ്കിൽ പോലും മത്സര സ്വഭാവമുള്ള ടെൻഡർ ക്ഷണിച്ചതിന് ശേഷം വേണം അവർക്ക് കരാർ കൊടുക്കാൻ. അതിനുശേഷം ഞാൻ കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ട വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെലവുകൾ ഏജൻസി കൊണ്ടുപോയ മാലിന്യം എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ കണക്കില്ല. മനസ്സിലായോ? അതായത് ഇതൊരു പഞ്ചായത്ത് സ്ഥാപനമാണ്, ഇവിടെ നിന്ന് കൊണ്ടുപോയ മാലിന്യത്തിന് കണക്കില്ല. അതിനുവേണ്ടി കൊടുത്തത് 2,52,000 രൂപ ഈ നാട്ടിലെ പൊതുപ്പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര കൊണ്ടുപോയി എന്നുള്ളതിന് കണക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് കണക്കില്ലാത്ത ഈ എഗ്രിമെന്റ് വെച്ചത്? അതായത് ഒക്ടോബറിന് മുമ്പ് മുതലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്ന സമയത്താണ് ഇല എന്ന ഏജൻസിയുമായിട്ട് ഏജൻസിയുമായിട്ട് കരാർ വെച്ചിരിക്കുന്നത്. ആർക്ക് വേണേലും എപ്പം വേണേലും പഞ്ചായത്തിൽ വന്ന് പരിശോധിക്കാം. ഇള എന്ന ഏജൻസിയുമായിട്ട് ആണ് കരാർ വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് അതിനുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരല്ല, ഒരു പഞ്ചായത്ത് മെമ്പറും അല്ല പോയി ഈ എഗ്രിമെന്റ് ചെയ്യുന്നത്. എഗ്രിമെന്റ് വെച്ചതിന് ശേഷം ഇലയുടെ ഏജൻസിക്ക് ഈ കണക്കുകളുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം കണക്കില്ല എന്ന് പറയുന്നു. ഓൺ ദ വേ അത് ഈ ഇല്ല എന്ന ഏജൻസിക്ക് ഈ ഹരിതകർമ്മസേനക്കാർ കൊടുക്കുന്നതും അല്ലാതെ ലെഗസി വേസ്റ്റിനും ഇത്ര രൂപ എന്നുള്ളത് ഈ അവിടെ പഞ്ചായത്തിൽ എല്ലാ എഗ്രിമെന്റും ഉണ്ട്. ആർക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏജൻസി ഏൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഞങ്ങളല്ലേ, അതായത് ഈ പ്രസിഡന്റ് കൂറുമാറി പ്രസിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ഏജൻസിയുമായി അഗ്രിമെന്റ് വെച്ചത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 30-ാം തീയതിയാണ് ഇവർ കൂറുമാറി
പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ, അതിനുശേഷമാണ് അതിനുശേഷമാണ് കരാർ നടത്തിയത്. അല്ലെങ്കിൽ അതൊക്കെ രേഖകളുള്ളതാണല്ലോ, ഞാൻ പറയുന്നതല്ല, ആരോപണമല്ല, ഇതൊന്നുമല്ല. പിന്നെ ഇവിടെ ജനം അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പൊതുജനം അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ 8 രൂപ വിലയ്ക്ക് സെഗ്രിഗേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് മാലിന്യം അങ്ങോട്ട് എല്ലാ ഏജൻസി എടുക്കുമെന്നായിരുന്നു കരാർ. 8 രൂപ. അതിന് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുത്ത വകയിൽ ഹരിതകർമ്മസേനയ്ക്ക് കിട്ടിയത് 30,000 രൂപ. നിങ്ങളൊന്ന് കണക്കൊന്ന് മനസ്സിലാക്കിക്കോണം. അതായത് മാലിന്യം കൊണ്ടുപോയതിന് കണക്കില്ലാതെ ആ ഏജൻസിക്ക് കൊടുത്തത് 2,52,000 രൂപ. ഈ സെഗ്രിഗേഷൻ നടത്തി, അതായത് നമ്മൾ 5 പേരെ തൊഴിലാളികളെ പ്ലാന്റിൽ പണിയാൻ നിർത്തി അവർക്ക് കൊടുത്ത കൂലി 1,82,250 രൂപയാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തത്. കൂലി അവിടെ സെഗ്രിഗേറ്റ് ചെയ്യാനും തരംതിരിക്കാനുമായ ആളുകളെ അവിടെ നമ്മൾ കൂലി കൊടുത്തത് 1,82,250 രൂപ. നമുക്ക് കിട്ടിയ പൈസ 30,000 രൂപയാണ് സെഗ്രിഗേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് ഈ ഏജൻസി കൊണ്ടുപോയതിൻ്റെ പേര് നമ്മുടെ പഞ്ചായത്തിന് അല്ലെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കിട്ടിയത്. ഓക്കെ, നമുക്ക് തിരിച്ചു പറയാം. ഇനി നമ്മൾ പൊതുജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. പറയാം, മറുപടി പറയാം. ഓക്കെ, ആരാണ് ചോദിക്കുന്നത്? ആരോടാണ് ചോദ്യം? പെട്ടെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വീറോടും വാശിയോടും 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. അവർ സൂചിപ്പിച്ച കാര്യം തന്നെ മുഖവിലയ്ക്കെടുക്കുക. ഒന്ന്, നമ്മൾ ഈ സമ്മേളിച്ചിരിക്കുന്നതിന് തൊട്ടടുത്ത് കിടന്ന സ്ഥലമാണ് നമ്മുടെ ഈ മിനി സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു പോർഷൻ എടുത്തിരിക്കുന്നത്. ആ സ്ഥലം എടുത്തതിന് സുതാര്യമായ പ്രവർത്തനം നടത്തി നടപടിക്രമങ്ങൾ സ്വീകരിച്ചു എന്നാണ് ബഹുമാന്യനായ എൻ്റെ സഹപ്രവർത്തകനും പ്രസിഡന്റ് സൂചിപ്പിച്ചത്. പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന മിസ്റ്റർ മാത്യു ജോസഫ് പറഞ്ഞത് ആ സുതാര്യത എന്ന് പറയുന്നത് ഇവരുടെ വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. അവരത് സുതാര്യമായിട്ട് കാര്യങ്ങൾ നടത്തി. ആ കാര്യങ്ങൾ നടത്തിയപ്പം ഇവിടെ മാത്യു ജോസഫ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഈ വസ്തുവിൻ്റെ ആധാരം എഴുതിയത് മുദ്രപത്രത്തിലാണ്. അതിൽ പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ട് പത്രവിലയില്ല, രജിസ്ട്രേഷൻ ഫീയേ ഉള്ളൂ. അത് സുതാര്യമായിട്ടാണ് നടത്തിയതെങ്കിൽ എന്തുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിൻ്റെ സഹപ്രവർത്തകന് കണ്ടുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? പിന്നെ രണ്ടാമത് പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുഴുവൻ ആളുകളും ചെന്ന് കണ്ട് ബോധ്യപ്പെട്ട് എടുത്ത നടപടിക്രമമാണെന്നാണ്. ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് ടൗണിലെ മെമ്പർ എന്ന നിലയിൽ എന്നെയും ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജസ്നയെയും എൻ്റെ സഹപ്രവർത്തകൻ ഇവിടെ ഇരിക്കുന്ന ഷാനവാസ് അടക്കമുള്ള ആളുകളെയും ഈ ഒരു പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി സജി ഇവിടെ ഇരിപ്പുണ്ട്. ലിസി സജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അവരെ 2 പേരെയും ഉൾപ്പെടുത്തി 5 അംഗമാണോ 7 അംഗമാണോ ഒരു സബ് കമ്മിറ്റി എടുത്തു. ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ഈ വസ്തു കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യാത്രയിലായിരുന്നു. ഞാൻ പറഞ്ഞു ഏത് വസ്തുവാണെന്ന് ചോദിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വസ്തുവിൻ്റെയും കൂടെ താല്പര്യപത്രം ക്ഷണിച്ചതനുസരിച്ച് വന്നിരുന്നു. അപ്പം ഈ വസ്തുവാണെങ്കിൽ പോയി കണ്ടോ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഞങ്ങൾ പറയുന്നത് ഇവിടെ സുതാര്യതയില്ല എന്ന് അടിവരയിട്ട് പറയുന്നത് സ്വാഭാവികമായും ആ വസ്തു പോയി കണ്ട സ്ഥിതിക്ക് ആ വസ്തുവിന് ശേഷം നടന്ന ഫോളോ അപ്പ് അത് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ എന്തുകൊണ്ട് അറിയിച്ചുകൂടാ? ഞങ്ങളുടെ അംഗസംഖ്യ 10 ഇവരുടെ അംഗസംഖ്യ 12 നിലനിൽക്കെ 12 ആണോ വലുത് 10 ആണോ വലുതെന്നുള്ള ചോദ്യം നിൽക്കുകയാണ്. ഇനിയും ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇവർ സുതാര്യമാണെങ്കിൽ ഇവർ ഈ വിഷയം അവതരിപ്പിച്ച് ഞങ്ങൾ 10 പേരും ഇത് വേണ്ട എന്ന് പറഞ്ഞാലും 12 പേര് വേണമെന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. അതിന് ഇവർക്ക് ഇവർ ഈ പറയുന്ന ആർജവം, അതായത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വളച്ചൊടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി അട്ടിമറിച്ച് പുതിയ ഭരണസമിതി ഉണ്ടാക്കിയ മിസ്റ്റർ അജി അടക്കം വൈസ് പ്രസിഡന്റ് അടക്കം പറയുന്നത് അത് അവരുടെ ആർജവമാണ്. ഞങ്ങളുടെ ആർജവ കുറവാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങളുടെ ആർജവ അത്രയും ആർജവമുള്ളവര് എന്തുകൊണ്ട് സുതാര്യമാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളെ കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുന്നു. നിയമപരമായി അപേക്ഷ കൊടുത്തു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തു. മിസ്റ്റർ മാത്യു ജോസഫും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും കൂടെ തർക്കമുണ്ടായി. ഞാനും കൂടെ കൂടിയിരുന്ന് നമ്മുടെ പ്ലാൻ ക്ലർക്കിനോട് പറയുന്നു അതിൻ്റെ ഡോക്യുമെൻസിൻ്റെ കോപ്പി മാത്യു ജോസഫിന് കൊടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി
അവരുടെ ചേംബറിൽ നിന്ന് പറയുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ. അതിനുശേഷം വൈസ് പ്രസിഡന്റുമായിട്ടാണോ പ്രസിഡന്റുമായിട്ടാണോ കോൺടാക്ട് ചെയ്തു. അവരത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വിലക്കി. ഓക്കെ. ഇവിടെ വിവരാവകാശ പ്രകാരം രേഖ കിട്ടാൻ എല്ലാവർക്കും അവകാശമുണ്ട്, കിട്ടണം. എന്തുകൊണ്ട് ആ രേഖ ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിൽ ആ രേഖ ജനസമക്ഷത്ത് വരണമല്ലോ. ആ രേഖ എന്തുകൊണ്ട് കാണിക്കാൻ മടിക്കുന്നു? ഒന്നുകൂടെ പറഞ്ഞോട്ടെ. വസ്തു വാങ്ങിച്ചതിലോ അതിലുള്ള അല്ല ഞങ്ങളുടെ പ്രശ്നം. അതിന്റെ നടപടിക്രമങ്ങൾ, ഇത്തരത്തിൽ നടത്തുന്ന നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഴിമതിയുണ്ടോ എന്ന് പൊതുജനത്തിന് സംശയം. ഞങ്ങൾ പൊതുജനത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ അത് സൂചിപ്പിക്കുന്നു. രണ്ടാമതൊന്നുകൂടെ, തുമ്പൂർമൊഴി മോഡലിന്റെ കാര്യം പറഞ്ഞു. അവിടെ വളം പിന്നെ സൃഷ്ടിച്ചെടുത്ത് ലേലം ചെയ്ത് കൊടുത്തെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ്. ആ ലേലം ചെയ്ത് കൊടുത്തതിന്റെ ₹1 എന്ന് പഞ്ചായത്ത് അക്കൗണ്ടിൽ ഒന്ന് കാണട്ടെ. ലേലം ചെയ്ത് കൊടുക്കുന്നത് വെറുതെ അല്ലല്ലോ കൊടുക്കുന്നത്, വിലയ്ക്കാണല്ലോ കൊടുക്കുന്നത്. അവിടെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. മിസ്റ്റർ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചത് ശുദ്ധ അസംബന്ധമാണ്. ഒരു കാര്യവും നടന്നിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയില്ല. 10-20 വർഷമായിട്ട് ആ പ്ലാന്റിൽ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലരുടെ ഉപജീവന മാർഗമായി അത് മാറിയിരിക്കുകയാണ്. അവിടെ വളരെ വ്യക്തമായ അഴിമതിയുണ്ട്. അഴിമതിയുണ്ടെന്നുള്ള പകൽ പോലെ സത്യമാണ്. ഓക്കെ, 2 അഴിമതി ആരോപണവും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഏതായാലും വിവരാവകാശം വെച്ച് രേഖകൾ കൊടുക്കും എങ്കിൽ അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ ആധാരത്തിന്റെ കോപ്പി അല്ലെങ്കിൽ കോൺട്രാക്ടിന്റെ കോപ്പി കാണിക്കാൻ പറ്റുന്നില്ല? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ.
വരൂ, മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധ തര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. അല്ല, അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ ആധാരത്തിന്റെ കോപ്പി അല്ലെങ്കിൽ കോൺട്രാക്റ്റിന്റെ കോപ്പി കാണിക്കാൻ പറ്റുന്നില്ല? അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ബഹുമാന്യനായ റജിയമ്പാറ പറഞ്ഞു, ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തന്മാർ വരുന്ന എരുമേലിയുടെ അടിസ്ഥാന സൗകര്യം, റോഡടക്കമുള്ള കാര്യങ്ങൾ വളരെ താറുമാറായി കിടക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലെ ഗവൺമെൻറ്റിനെയും കൂടെ പരാമർശിച്ചു. അപ്പോൾ അത് പറയാതെ പോകാൻ കഴിയില്ല. കേരളത്തിലെ ഗവൺമെൻറ് കേരള സംസ്ഥാനത്തിലേക്ക് അതിര് കടക്കുന്ന ആളുകൾക്ക് സുഗമമായി ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു പോകാൻ കഴിയുന്ന റോഡ് സംവിധാനം ഒരുക്കിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഫണ്ട് ലഭ്യതക്കുറവുള്ളപ്പോഴും കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ ആളുകൾ. അപ്പം അടിസ്ഥാന വികസനങ്ങളെ ഈ കേരളത്തിലെ ഗവൺമെൻറ് ജനസമൂഹത്തിന് തുറന്നു കൊടുക്കുമ്പം അത് കണ്ടില്ല എന്ന് നടിക്കാൻ മാത്രമേ ഇവർക്ക് കഴിയാൻ പറ്റുള്ളൂ. അപ്പം ഉത്തരത്തിലേക്ക് കടക്കാം. കടക്കുന്നതിന് മുമ്പ് ഇവർ പരാമർശിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയട്ടെ. അപ്പൊ അങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറയുന്നു. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് ഇത് ആധാരത്തിൻ്റെ കോപ്പി കൊടുത്തില്ലെന്നാണ്. ആധാരത്തിൻ്റെ കോപ്പി അതിൻ്റെ കസ്റ്റോഡിയനാണ് സെക്രട്ടറിയിൽ. അത് കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടറി അവിടെ കോപ്പിയൊന്നും എടുത്ത് വെക്കുന്നില്ല. സബ് രജിസ്ട്രാർ ഓഫീസിലോട്ട് പോയാൽ ഇത് നിയമപരമായി ആധാരം ചെയ്തതാണോ അല്ലയോ എന്ന് അറിയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ. എനിക്കുമുണ്ട്, അദ്ദേഹത്തിനുമുണ്ട്. അതല്ലേ ആധികാരികമായി നമ്മൾ ആധാരം എടുത്ത സെക്രട്ടറി അല്ലല്ലോ എഴുതുന്നത്. ആധികാരികമായി നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. പോകാമല്ലോ, വാങ്ങിക്കാമല്ലോ. ഏതെങ്കിലും ഒരു കമ്മിറ്റി തീരുമാനം ബഹുമാനപ്പെട്ട മെമ്പർമാരോ ഏതെങ്കിലും ആളുകളോ ചോദിച്ചാൽ കൊടുക്കണ്ട എന്ന് ഏതെങ്കിലും ആളുകളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ കമ്മിറ്റി തീരുമാനങ്ങളെല്ലാം, ഏത് കമ്മിറ്റി തീരുമാനങ്ങളുണ്ടായാലും അത് ക്ലോസ് ചെയ്താൽ ഈ പറയുന്ന ആളുകളൊക്കെ മറ്റു പരാതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നും ശേഖരിച്ചിട്ടാണല്ലോ. ആരെങ്കിലും കൊടുത്തിട്ടാണോ? ഇതൊന്നും അല്ലെന്നേ. ഇത് നടക്കാൻ പാടില്ല, ഇത് നടക്കരുത്. കാരണം ഒട്ടേറെ ആളുകൾ കടന്നു വരുന്ന എരുമേലി ഗ്രാമപഞ്ചായത്തിൽ അടിസ്ഥാനപരമായി സൗകര്യം, പാർക്കിംഗ് അടക്കമുള്ള സാഹചര്യങ്ങൾ നിൽക്കുന്നില്ല. അതൊരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ. ആ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഥലം എടുക്കണമെന്ന് ആഗ്രഹിച്ചത്. ഒരു സുപ്രഭാതത്തിൽ എഴുതി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീരുമാനമായി തന്നെ ഇവിടെ പറഞ്ഞു. ഇപ്പം തന്നെ നാസർ പണിച്ച് പറഞ്ഞല്ലോ, ഒരു സബ് കമ്മിറ്റി എടുത്തു, 6-7 പേര് പങ്കെടുത്തു. എന്നാൽ പിന്നെ ഇത് ചെയ്യണമെന്ന് സബ് കമ്മിറ്റിയുടെ ആവശ്യമുണ്ടോ? ഞങ്ങളങ്ങ് ചെയ്താൽ പോരെ? സബ് കമ്മിറ്റി എടുത്തു, കണ്ടു. ഇത് അദ്ദേഹത്തിൻ്റെ വായിൽ തന്നെ പറഞ്ഞു, ഇത് അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്നതാണ്, ഇത് തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നാ കുഴപ്പം? എരുമേലിയുടെ ഹൃദയഭാഗത്ത് ഞാൻ ചോദിക്കുന്നു, എരുമേലിയുടെ ഹൃദയഭാഗത്ത് 2.5 ലക്ഷം രൂപയ്ക്ക് 27 സെന്റ് സ്ഥലം വിലയ്ക്കും 3 സെന്റ് സ്ഥലം സൗജന്യമായി ഏതെങ്കിലും ഒരാൾ തരാനുണ്ടോ? ഈ തന്നിരിക്കുന്ന ആളുകളല്ലാതെ, അവരുടെ മഹാമനസ്കതയല്ലാതെ ഏതെങ്കിലും ഒരാളുകൾക്ക് ഈ സമീപകാലത്ത്
ഒരു തുണ്ട് ഭൂമി ഇങ്ങനെ തരാൻ പറ്റുമോ? അപ്പൊ ഒരു അഴിമതിയും ഇല്ല. ഒരു അഴിമതി ഇല്ലെന്നല്ല, അതിൻ്റെ അകത്ത് സുതാര്യമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള ഇച്ഛാശക്തി നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ടായിരുന്നു. ഒന്നുകൂടെ ഈ ഇപ്പൊ ഇവിടെ വിവരാവകാശ രേഖ വെച്ച് ആണല്ലോ കണക്ക് പറഞ്ഞേ, ഇതാരെങ്കിലും കൊടുക്കാതിരുന്നിട്ടാണോ? പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത്ര ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ ആഗ്രഹം എന്നാന്നറിയോ? ചീഞ്ഞു നാറണം എരുമേലി. എന്താ ചീഞ്ഞു നാറി? ആ ചീഞ്ഞു നാറുന്നതിലൂടെ രാഷ്ട്രീയ ലാഭം നേടി LDF ഭരണസമിതിക്കെതിരായി, നിലവിലുള്ള ഭരണസമിതിക്കെതിരായി ആളുകളെ തിരിക്കണം. അതിലൂടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കണം. ചീഞ്ഞു നാറിക്കാൻ എരുമേലിയെ വിട്ടുകൊടുക്കില്ല. മറുപടി എന്താണ്? നിങ്ങളാണ് ഈ പ്രശ്നത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് പറയുന്നത്. ആരാ ചീഞ്ഞു നാറുന്നതെന്ന് എങ്ങൾക്കറിയാം. പറയട്ടെ. ഒന്നും നടക്കാൻ കഴിയില്ല. നടന്നു എന്ന് വന്നപ്പോൾ ചീഞ്ഞു നാറുന്ന ആരാണെന്ന് അറിയാം. പ്രതിപക്ഷമാണ് വികസനത്തിന്. പ്രതിപക്ഷം കാടി കയറ്റമൊന്നുമില്ല. ഒരാൾ സംസാരിക്കും. ഒരാൾ പ്ലീസ്. ഒരു ദിവസമല്ല, എത്ര നാളുകൾ വേണമെങ്കിലും തന്റെ ഇടത്തോടുകൂടി ആർജവത്തോടുകൂടി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാ. പ്രതിപക്ഷമാണോ ഈ ഭരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്? പ്രതിപക്ഷം വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മെമ്പർമാര് ഓടുപൊളിച്ചിറങ്ങിയവരല്ല. അവര് ജനങ്ങളുടെ വിശ്വാസം നേടി പഞ്ചായത്തിൽ വന്നതാണ്. പക്ഷേ ഈ ആളുകളെ ബോധ്യപ്പെടുത്താതെ ആണെന്നുള്ളത് 100% കറക്റ്റാണ്. ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ശബരിമലയിൽ സ്വർണ്ണപ്പാളി കാണാനില്ല, ശില്പങ്ങൾ കാണാനില്ല, വാതിലുകൾ കാണാനില്ല. ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ വലിയ ഭയചിത്തതയോടെയാണ് എരുമേലിക്ക് വരുന്നത്. അവരിപ്പം താഴൊക്കെ മേടിക്കാനായിട്ട് ഓടി നടക്കുക. അത്ര സങ്കീർണമാണ് പ്രശ്നങ്ങൾ. ഈ ഗവൺമെൻറ് സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടു. ആരോഗ്യരംഗം നമുക്കറിയാം, ഈ നമ്മുടെ CHSC അടക്കമുള്ള വെന്റിലേറ്ററിലാണ്. അവിടെ ആവശ്യത്തിന് മരുന്നുകൾ, ഡോക്ടർമാരില്ല. അങ്ങനെ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു പഞ്ചായത്തിന് കമ്മിറ്റിക്കെതിരെയും അതുപോലെ ഭരണ സംവിധാനത്തിനെതിരെയുള്ള വിധിയെഴുത്ത് ഡിസംബർ 11-ാം തീയതി നടക്കാൻ പോകുക. ഇതിനു മുമ്പ് LDF ഭരിച്ചത്. പക്ഷേ ജനങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അനുകൂലമായി വിധി. ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വീണ്ടും ജയിച്ചു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരിക. ഈ അവസാന നിമിഷങ്ങളിൽ കാണിക്കുന്ന ഗിമിക്കുകൾ, ഈ സ്ഥലമെടുപ്പൊക്കെ അതിന്റെ ഒരു ഭാഗം. നമുക്ക് ഇനി അടുത്ത ആർക്കാ ചോദിക്കാനുള്ളത്? അടുത്ത ചോദ്യം ആരോടാണ്? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ UDFിൻ്റെയും അതുപോലെ തന്നെ UDFുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതിപക്ഷ മെമ്പർ അടക്കമുള്ള ആളുകൾ പല വിഷയങ്ങളൊക്കെ തന്നെ അഴിമതിയെക്കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിച്ചു. ഇവിടെ LDFിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് എരുമേലിയിൽ ഒരിക്കൽ പോലും ഒരു പ്രതിഷേധ യോഗങ്ങളോ പ്രതിഷേധ പരിപാടികളോ സംഘടിപ്പിച്ചതായി പൊതുജനങ്ങൾക്ക് ആർക്കും തെളിവുകളൊന്നും തന്നെയില്ല. ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും മെമ്പറും ആണെങ്കിൽ LDF ഭരണസമിതി ഒരു പ്രോജക്റ്റുമായിട്ട് വരുമ്പോൾ അതിനകത്ത് അഴിമതി ഉണ്ടെങ്കിൽ പൊതുജനങ്ങളെ ചൂണ്ടിക്കാണിക്കണം. ആ ചൂണ്ടിക്കാണിക്കണം എന്നുള്ള രീതിയിൽ ഇവരൊരിക്കൽ പോലും പൊതുജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോടൊപ്പം നിന്ന് ഇതൊരു പ്രക്ഷോഭ സമരമോ അല്ലെങ്കിൽ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടില്ല. അതിന് ഉത്തരവ് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ LDFിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് അവർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എരുമേലി പഞ്ചായത്തിലെ മുഴുവൻ പൊതുജനങ്ങളും അംഗീകാരം കൊടുത്ത് എരുമേലി പഞ്ചായത്തിൻ്റെ വികസന നേട്ടത്തിന് LDFിനൊപ്പം ഈ നാട്ടിലെ പൊതുജനങ്ങളാകമാനം നിൽക്കുന്നു എന്നതിനൊരു തെളിവാണ് ഇപ്പം നമ്മുടെ ഈ ഭരണസമിതി മൊത്തം തന്നെ ഇവിടെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. ഇപ്പം ഞാൻ ഈ ടൗണിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെ തന്നെ ടൗൺ വിഭാഗത്തുള്ള ഈ പ്രദേശത്ത് 2,50,000 രൂപ അല്ലെങ്കിൽ 2,30,000 രൂപയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഈ ടൗൺ പ്രദേശത്ത് ഒരു സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തരാൻ UDFിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ പ്രതിനിധികൾക്ക് സാധിക്കുമോ എന്നാണ് ഞങ്ങളെപ്പോലുള്ള പൊതുജനങ്ങൾക്ക് ചോദിക്കുന്നത്. ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം പോലും സംഘടിപ്പിച്ചിട്ടില്ല. എന്താണ് മറുപടി? പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രക്ഷോഭങ്ങൾ ഇതിപ്പോൾ പഴയ കാലമല്ല. ഇതിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള മാർഗങ്ങളിലൂടെയാണ് കൂടുതലായി കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ
ഇടതുപക്ഷം നടത്തുന്ന അത്ര തീവ്ര സമരങ്ങൾ നടത്താനൊന്നും കോൺഗ്രസ് നടക്കത്തില്ലല്ലോ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഉള്ള കാര്യം തുറന്നു പറയാം. പക്ഷേ ഈ അഴിമതി ഇല്ല എന്ന് ഇവർ പറയുകയും എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്ന് മറച്ചു വെക്കുന്നു? പിന്നെ കമ്മിറ്റി തീരുമാനം ആരും തരേണ്ട കാര്യമില്ല. ഇത് കമ്മിറ്റി മിനിറ്റ്സ് സകർമ്മ എന്ന് പറയുന്ന സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ അപ്ലോഡ് ചെയ്യുന്നത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനങ്ങളും ഏതൊരു പൗരനും എടുക്കുകയും ചെയ്യാൻ അറിയാനും പറ്റും. പക്ഷേ ഇത് കരാറാണ്. ഈ വസ്തു വാങ്ങിയ ആളുമായി വെച്ച കരാർ, അതിലെന്തൊക്കെ വ്യവസ്ഥകളുണ്ട് എന്ന് ഇവിടുത്തെ ജനത്തിനറിയണം, അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അറിയണം. അതിനിവർ തയ്യാറാകുന്നില്ല. ഇത് ഇന്ത്യൻ വിവരാവകാശ നിയമം ഇവരുടെ ആരുടെയും ഔദാര്യമല്ല. 2005 നമ്മുടെ UPA ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ്. ഈ രാജ്യത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതാക്കാൻ വേണ്ടി UPA ഗവൺമെൻറ് കൊണ്ടുവന്ന ചരിത്രപരമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ അപേക്ഷകൾ വെക്കുന്നത്, വിവരാവകാശം തരുന്നത്. അവർക്ക് തരാതിരിക്കാൻ കഴിയത്തുമില്ല. അത് ഒന്ന്. പിന്നെ ഈ വികസന വീരവാദമൊക്കെ മുഴക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് ഇവർ ചില കണക്കുകൾ പറയണം. 2022-23 വർഷം എരുമേലി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച പ്ലാൻ ഫണ്ടിൽ 4,4 കോടി രൂപ ലാപ്സായി. 2023-24 ഈ പ്രസിഡന്റിന്റെ കാലത്ത് 1,79,00,000 രൂപ പ്ലാൻ ഫണ്ട് ലാപ്സായി. ഇത് എന്തുകൊണ്ട്, ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് പറയുന്നതേ ഈ 1 കോടി ഇത് പറയുന്നു. എന്ത് ചെയ്യാൻ മെമ്പറെ കഴിഞ്ഞ ഒരു 7 മാസക്കാലം 7 മാസമല്ലല്ലോ, 7 മാസം എന്ന് പറയുന്നത് പദ്ധതി എന്ത് ചെയ്യും? 7 മാസം എന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു കാലഘട്ടമല്ല, 12 മാസമുള്ള ഒരു സാമ്പത്തിക വർഷമാണ് ഇത് ചെയ്യേണ്ടത്. വനിതാ ഘടക പദ്ധതിയിൽ മുട്ടക്കോഴിക്ക് വെക്കത്തില്ല, മുട്ടക്കോഴിയുടെ പ്രോജക്റ്റ് വെക്കത്തില്ല എന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഭരണസമിതി എവിടെയായിരുന്നു? വനിതാ ഘടക പദ്ധതി കൊണ്ട് മുട്ടക്കോഴി വെച്ചോ? മുട്ടക്കോഴി അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഈ മുട്ടക്കോഴിയും പോത്ത് കച്ചവടവും ചിലർക്ക് പണം ഉണ്ടാക്കാനുള്ള മാർഗമാണ്. മുട്ടക്കോഴിയും പോത്തും സാധാരണക്കാർക്ക് കിട്ടണ്ട, കർഷകന് കിട്ടണ്ട കാലിത്തീറ്റ വനിതാ ഘടക പദ്ധതി വെച്ചിരിക്കുക. എന്തിയേ അന്ന് എവിടായിരുന്നു ഈ ഊറും ഇതുമൊക്കെ ഉശിരുമൊക്കെ എവിടെയായിരുന്നു? ചോദിക്കണമായിരുന്നു. അടുത്ത ആള് ചോദിക്കാനുള്ളവരാണ്. ആരോടാണ് ചോദ്യം? ഇവിടെ എനിക്ക് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ മറുപടി പറഞ്ഞാൽ മതി. ഈ 20 വർഷം ആയിട്ട് ആരംഭിച്ചൊരു പദ്ധതിയുണ്ട് ഇവിടെ കവുങ്കുഴി. അവിടെ ആധുനിക ശ്മശാനവും അറവുശാലയുമാണ്, ആധുനിക രീതിയിലുള്ള അറവുശാല. ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് സ്ഥലം വാങ്ങി അവിടെ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളം ആകുന്നു. ഇന്ന് വരെ ആ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഭരണസമിതികൾ പലതും മാറി മാറി വന്നു. UDF വന്നു, LDF വന്നു, പിന്നെയും വരുന്നു, ഇങ്ങനെ നിൽക്കുന്നു. എന്തുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല? ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഈ എരുമേലിക്ക് ചുറ്റും സ്വന്തമായി ശവം അടക്കാൻ സാധിക്കാത്ത നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കോളനികൾ താമസിക്കുന്നത് 3 സെൻറ്റ്, 2 സെൻറ്റ്, 4 സെൻറ്റ് ഇങ്ങനത്തെ കോളനികളുണ്ട്. ഇവിടങ്ങളിലുള്ള ആളുകൾക്ക് സ്വന്തം അടുക്കള പൊളിച്ചു മാറ്റി വരെ ശവം അടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ പദ്ധതി കോടിക്കണക്കിന് രൂപ ഈ പദ്ധതിയുടെ പേരിൽ എരുമേലി പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരമില്ല. എന്തുകൊണ്ട് ഈ പദ്ധതി നാളിതുവരെ കമ്മീഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല? വളരെ രസകരമായ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ട്രയൽ റൺ നടത്താൻ നോക്കിയപ്പോൾ ബോഡി അങ്ങോട്ട് വെക്കുന്ന ആ മാത്രയിൽ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തിരിച്ചു വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ കത്തിക്കാവുന്ന രീതിയിൽ തീ വെളിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് വരെ ഒരിടത്തും ഈ രീതിയിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത്ര അശാസ്ത്രീയമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭരണസമിതി തീരുമാനിച്ചു. അത് ഇന്നുവരെ നടന്നില്ല. മറ്റൊന്നുകൂടെ ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ആ ബിൽഡിങ്ങിന് ഏതാണ്ട് 40 വർഷത്തോളം പഴക്കമുണ്ട്. ഇങ്ങനെ അവിടെ 2 വില്ലേജ് ഓഫീസ് കഴിഞ്ഞ ദിവസം വരെ, ഒരാഴ്ച മുമ്പ് വരെ അവിടെ ആയിരുന്നു. അതിനകത്തും പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഓഫീസുണ്ട്. അതിനകത്തിരിക്കുന്ന ജീവനക്കാർ ഭയത്തോടെ ആയിരിക്കുന്നത്. മുകളിൽ നിന്നും കോൺക്രീറ്റ് അടന്നു വീഴുക. RDO വന്ന് പരിശോധിച്ചപ്പോൾ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞു.
ആ കെട്ടിടം നിർമ്മിക്കാനായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? ഓക്കെ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് സ്ലോട്ടർ ഹൗസും ശ്മശാനവും എന്ത് സംഭവിച്ചു? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് റജിയമ്പാറ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഈ ഞങ്ങളുടെ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ഭരണം നിലനിർത്തുന്നു. ഞങ്ങളാരെയും പിടിച്ചുകൊണ്ട് പോയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, സുനി എന്ന് പറയുന്ന നിങ്ങളുടെ മെമ്പർ നാസർ പനിച്ച് വേവലാതിപ്പെടാതെ കാര്യം പറയുമ്പോൾ സുനി എന്ന് പറയുന്ന മെമ്പറിന് എന്ത് സംഭവിച്ചു? ഞങ്ങൾ ആരെങ്കിലും കയ്യെ പിടിച്ച് ഏൽപ്പിച്ചാണോ? നിങ്ങൾ തന്നെ വരുത്തി വെച്ചല്ലേ UDFന്റെ അനുവദിച്ചു കൊടുത്ത തുമരമ്പാട് വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ സ്വതന്ത്രനോടുള്ള എതിർപ്പ് നിങ്ങളുടെ സ്ലോട്ടർ ഹൗസിനും ഇത് പറഞ്ഞില്ലേ? രണ്ടാമത് അന്ന് നിന്ന ആളിനെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ, സ്വതന്ത്രനായിട്ടുള്ള ആളിനെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ രണ്ടാമത് നിങ്ങൾ ഭരണത്തിൽ വന്നേ ആണല്ലോ. അതിനും കുഴപ്പം LDFന്റെ ആണോ? മൂന്നാമത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പെശക് പറ്റി. ഇവരെല്ലാം ഇന്ന് കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാരായി നിങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കെന്തേ ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നേ? നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്തിന്റെ എല്ലാം ഫലം ശ്മശാനവുമായി ബന്ധപ്പെട്ട് പറയാം. ശ്മശാനവുമായി ബന്ധപ്പെട്ട് 2019 കോസ്റ്റ് ബോർഡ് കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നത്. അതിനുശേഷം അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കോവിഡ് അടക്കമുള്ള മഹാമാരികളും മറ്റു കാര്യങ്ങളും വന്നപ്പം പ്രളയം വന്നു, കോവിഡ് വന്നു. ഇതിൽ എടുത്തിരുന്ന കമ്പനിക്ക് നടപ്പിലാക്കി മുമ്പോട്ട് പോകാൻ കാലതാമസം നേരിട്ടു. അതിൻ്റെ ഭാഗമായി ആ താമസത്തിന് ശേഷം പിന്നീടും ഭരണസമിതി കാലഘട്ടം സാഹചര്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പം അതിൻ്റെ തുടർ പ്രവർത്തികൾ നടത്തി. ആ തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പം 65 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഈ ഭരണസമിതി വരുമ്പം 65 ലക്ഷം രൂപ രണ്ടാമത് പൂർത്തീകരിക്കപ്പെടാൻ കൊടുത്തു. ട്രയൽ റൺ നടത്തിയപ്പോൾ അവിടെ ഒരു AI വന്നു. ഒരു കൊച്ചു സഹോദരിയാണ്. നമ്മുടെ നാസർ പനിച്ചി കഥ അടച്ച് പൂട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയൊക്കെ ഉയർന്നു വന്ന ഒരു AI ആണ്. ആ AI മാനസികമായി തന്നെ സമ്മർദ്ദത്തിലായിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തികൾ ചെയ്തപ്പം അതിൻ്റെ ഹാൻഡ് ഓവർ ലെറ്റർ കൊടുക്കാനോ മറ്റ് നടപടിക്രമങ്ങളിലോ പോയില്ല. പിന്നീട് ഞങ്ങൾ ഈ ഒരു ഭരണസമിതി കടന്നു വന്നു. ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് തടസ്സം, ആ തടസ്സങ്ങൾ നോക്കി വന്നു. പുതിയതായി വന്ന AI ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ 2-3 നടപടിക്രമങ്ങൾ. ഇപ്പോൾ വേറൊരു പ്രശ്നം വന്നിരിക്കുക. ഈ ഒരു ടൈമിൽ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവസാനമായി കമ്മിറ്റി തീരുമാനിച്ചിരുന്നു 2,17,700 രൂപ കൊടുത്തുകൊണ്ട് ഇത് നടപ്പിലാക്കാനും പ്രവർത്തിപ്പിക്കാനും. നമുക്കൊരു ഉദ്ഘാടന കർമ്മമൊന്നും നടത്താൻ പറ്റില്ല. എന്നാലും ഇപ്പം പറയുന്നു സമയബന്ധിതമായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി ഇത് നടപ്പിലാക്കാൻ കഴിയും എത്ര വർഷമായി പറയട്ടെ. മുൻപെന്ത് നടന്നു എന്നുള്ളതല്ല, അതിന്റെ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ ഭരണസമിതി നോക്കുന്നത്. ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഇന്നിപ്പം GST ഇന്നും അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാവുന്നേ 2,80,000 രൂപ കൊടുക്കാനുള്ള തുകയുടെ മൊത്തം GST കൊടുത്തിട്ട് ആ GST വിങ്ങിലേക്ക് അടച്ചിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ സ്ലോട്ടർ ഹൗസും ശ്മശാനവും ഉടനെ പൂർത്തീകരിക്കും. സ്ലോട്ടർ ഹൗസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നടക്കും എന്ന് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇപ്പൊ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ 3 സെന്റിലും 4 സെന്റിലും അധിവസിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നേരിടുന്ന ഈ പൊതു ശ്മശാനം, ആ ശ്മശാനയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവും എന്നാണ്. അടുത്ത ചോദ്യം ആരോടാണ്? എന്റെ ചോദ്യം ആർക്ക് വേണേലും എന്റെ മറുപടി പറയാം. സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു സുഹൃത്ത് അച്ചു ഒരു ചോദ്യം ഉന്നയിച്ചിട്ടാണ് നിർത്തിയത്. ഇവിടെ 2 കാര്യമാണ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ മാലിന്യ സംസ്കരണവും, 2 പഞ്ചായത്തിൻ്റെ സ്ഥലം എടുത്തതും. പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടുമെന്നൊരു ചോദ്യമുണ്ട്. എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് 10 കൊല്ലം മുമ്പ് UDF അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2.5 കോടി എങ്ങാണ്ട് അനുവദിച്ചു പൊളിച്ചു പണിയാൻ. അതിനുശേഷം 10 വർഷം പിന്നിട്ടു. എൻ്റെ ചോദ്യം, ഈ സ്ഥലം എടുക്കുന്ന സമയത്ത് ആ ബസ് സ്റ്റാൻഡ് നീക്കം ചെയ്തുകൊണ്ട് അവിടെ എന്തുകൊണ്ട് ഒരു പഞ്ചായത്ത് ഓഫീസും മറ്റും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ മുടക്കുന്ന കാശ് ലാഭമാക്കാമായിരുന്നു. കൂടി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആർക്ക് വേണേലും പറയാം. സൗജന്യമായി സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതിന് പ്രസിഡന്റ് മറുപടി പറയാമോ? പറഞ്ഞോ. ആര് വേണം മറുപടി പറഞ്ഞോ. പറഞ്ഞോ. നമ്മുടെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട്
ഏറ്റവും പ്രഥമ പരിഗണന കൊടുത്ത ഒരു കാര്യമായിരുന്നു എരുമേലി ബസ് സ്റ്റാൻഡിൻ്റെ പുനർനിർമ്മാണം. അതെൻ്റെ സുഹൃത്താണ് നികീഷ്. അത് ചോദിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം പറയാനൊരു അവസരം കൂടെ കിട്ടിയല്ലോ. കാരണം എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അവിടെ 44 കെട്ടിട മുറിയോടുകൂടി പഞ്ചായത്ത് ഹാൾ, ഷോപ്പിംഗ് കോംപ്ലക്സും നല്ല സൗന്ദര്യമുള്ള സൗകര്യപ്രദമായ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു ബസ് വേ അടക്കമുള്ള ഒരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന തങ്കമ്മ ജോർജ് കുട്ടി പ്രസിഡൻ്റായിരിക്കുമ്പോൾ ആലോചിച്ചത്. അതിന് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയതാണ്. കമ്മിറ്റിയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു, തീരുമാനമെടുത്താണ്. അത് തന്നെയല്ല മുക്കൂട്ടുകര ഷോപ്പിംഗ് കോംപ്ലക്സ്, നിലമ്പൊത്താറായി നിൽക്കുന്ന മുക്കൂട്ടുകര ഷോപ്പിംഗ് കോംപ്ലക്സ്, ആ ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോഴും അതിന് കേസ്, ആ കേസിൻ്റെ നടപടിക്രമം ഇപ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി സമയബന്ധിതമായി ഇടപെട്ടു. ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ അതിനെന്താണ് സംഭവിച്ചത്? എന്തോ കേസുണ്ടോ? എരുമേലി അല്ല, മുക്കൂട്ടുതറ ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിന്റെയും എരുമേലിയിലെ കാര്യത്തിലേക്ക് വാ. എരുമേലി പറഞ്ഞേ, ആ ചോദ്യം എരുമേലിയല്ലേ? സമാനമായ ഒരു കാര്യമാണ് ഇത്. രണ്ടും സമാനമായ ഒരു കാര്യമാണ്. ഇത് ബസ് സ്റ്റാൻഡ് തന്നെയല്ല, ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ ആഗ്രഹത്തിലിരിക്കുന്ന കാര്യമാണ്. അവിടെ നിലമ്പൊത്തി പൊത്തി നിൽക്കുന്നതാണ്. അതും അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ നിന്നും റദ്ദ് ചെയ്തുകൊണ്ട് അതിന്റെ തുടർ പ്രവർത്തനം ചെയ്യാനുള്ള അനുമതി ഹൈക്കോടതി തന്നു. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വരാം. അങ്ങനെ വന്നപ്പം ഇത് അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഷാജി എന്ന് പറയുന്ന ആളാണ് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുടെ നടപടിക്രമങ്ങളെല്ലാം നടത്തി മുമ്പോട്ട് പോയത്. പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞാനടങ്ങുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇടപെടൽ. അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിനോയിയാണ്. നിങ്ങളൊന്നും കൂടെ ഓർക്കണം, പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ LDFിനുള്ളൂ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുതൽ ഒരു പഞ്ചായത്തിൻ്റെ വികസനം എന്താവണമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി കാഴ്ചപ്പാട് മുൻപോട്ട് വെക്കേണ്ട ആളാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. ആ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിനാണ്. അത്തരം ആളുകളുടെ കൂട്ടത്ത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരിക്കുമ്പോഴും ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ച് അത് ആളുകൾക്ക് സൗകര്യപ്രദമാക്കണമെന്ന് തീരുമാനിച്ച് അതിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആദ്യം അതിന് എതിര് നിന്ന് ആരാണെന്നറിയാമോ? ടൗൺ വാർഡിന്റെ മെമ്പർ കൂടാതെ ടൗൺ വാർഡ് മെമ്പറുടെ സന്തത സഹചാരിയായി മുമ്പോട്ട് നിൽക്കുന്ന UDF സ്വതന്ത്രനായി വിജയിച്ച ബിനോയി. ഈ രണ്ടാളുകളും മുൻപോട്ട് ആശയം വെച്ചപ്പോൾ UDF സംവിധാനം ഒന്നാകെ അന്ന് അംഗബലം അവർക്കാണ്. അതിന് DPR തയ്യാറാക്കി 1 ലക്ഷം രൂപ DPR ഓൺ ഫണ്ടിൽ നിന്ന് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സവാദം ഉന്നയിച്ച് ആ വികസനം ഇല്ലായ്മ ചെയ്തത് ഇവരാണ്. വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനായിട്ട്, നമ്മുടെ എരുമേലി ഒരു കാർഷിക ഗ്രാമം. കിഴക്കൻ മേഖലയടക്കം ആയിരക്കണക്കിന് കർഷകരാണ് വളരെ ആശങ്കയോടെ നിൽക്കുന്നത്. അവർക്ക് പട്ടയമില്ല. അവരുടെ കൃഷിയിടത്തിലേക്ക് കാട്ടുപന്നി, കാട്ടുപോത്ത്, ആന, എല്ലാ വന്യമൃഗങ്ങളും കടന്നു വരിക. ഇവരുടെ ആ ഒരു ആശങ്ക പരിഹരിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ആ വനമേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം സ്ഥലം വിറ്റ് വേറെ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്. അതുപോലെ കൃത്യമായ ഫെൻസിങ് നടക്കുന്നില്ല. അതുപോലെ തന്നെ ഒറ്റ കാര്യമുള്ളൂ, ഈ കൂറുമാറ്റത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഞങ്ങളോടൊപ്പം നിന്ന 24 കാരറ്റ് അംഗങ്ങളെ ഇവര് സ്വർണം പോലുള്ള അംഗങ്ങളെ ഇവർ കൊണ്ടുവന്ന് ചെമ്പാക്കി. സ്വർണ്ണം ചെമ്പാണ് വിഷയം. നമ്മൾ ഇനി ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കൂടെ പോവുകയാണ്. അടുത്ത 5 വർഷക്കാലം പറയൂ, പെട്ടെന്ന് പറയൂ. ഇതിനൊരു മറുപടി പറയണം. ഒരു മിനിറ്റ് പറഞ്ഞു. അതായത് പറയട്ടെ പുള്ളി പറയും. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ പഞ്ചായത്തല്ല, നമ്മൾ ഏതൊരു സ്ഥാപനമായാലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു കമ്മിറ്റി തീരുമാനം ഉണ്ടാകണം. ഈ കമ്മിറ്റി തീരുമാനം എന്ന് പറയുന്നത് കൃത്യമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം. എൻ്റെ സ്നേഹിതൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞത്, എരുമേലിയിലെ ബസ് സ്റ്റാൻഡ് പൊളിച്ചു പണിയാൻ കമ്മിറ്റി തീരുമാനമെടുത്തു, അത് UDF മെമ്പർമാർ എതിർത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നതിൻ്റെ കാതൽ. പക്ഷേ ഇവർ ഈ പറയുന്നതല്ലാതെ ഇതിനു വേണ്ടി ഒരു DPR തയ്യാറാക്കിയിരുന്നോ, അല്ല ഇതിനു വേണ്ടി കമ്മിറ്റി തീരുമാനം എടുത്തിരുന്നോ? ഇതൊന്നും നടന്നിട്ടില്ല. അതേപോലെ മുക്കൂട്ടുതറ കാലഹരണപ്പെട്ട ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. മുക്കൂട്ടുതറ അവിടെ ഇടിഞ്ഞിടിഞ്ഞ് ആളുകൾക്ക് പലതരത്തിൽ അപകടം ഉണ്ടാകാൻ ശ്രമിച്ചു.
പല തവണ നിരന്തരമായി ഞാൻ ഈ കമ്മിറ്റിയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഇതിന് DPR വെക്കാൻ ഞങ്ങളുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്ന 6 മാസക്കാലത്തിനിടയിൽ DPR വെക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇത് കൃത്യമായി ലക്ഷ്യബോധമില്ലാത്ത അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടില്ലാത്ത ഇടതുമുന്നണിയുടെ വീഴ്ച. അതിന് മറ്റുള്ള ആളുകളെ ആക്ഷേപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഓക്കെ ഒരു അടുത്ത 5 വർഷക്കാലം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തും? ഓക്കെ നമുക്ക് സമയത്തിന് പരിമിതി, സമയപരിമിതി. ഓക്കെ അതെന്റെ ഒരു മര്യാദ കേട്ടോ. സമയപരിമിതിയോടുകൂടാണ്. സമയപരിമിതി. പ്ലീസ് ഒന്ന് സഹകരിക്കാവോ പ്ലീസ്? പഞ്ചായത്ത് കമ്മിറ്റിക്കകത്തിരുന്ന് കാര്യങ്ങൾ ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയുടെ അഭിപ്രായമല്ല നിങ്ങൾ അറിയേണ്ടത്. നാട്ടിൽ സമർപ്പിക്കേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങൾ നിൽക്കണം. ആ അഭിപ്രായത്തിനനുസരിച്ച് പറയൂ, പെട്ടെന്ന് പറ. സമയപരിമിതിയുണ്ട്. പ്ലീസ് അത് ശരിയല്ല. നിങ്ങൾക്ക് അവസരം തന്നു. മറുപടി പറയാനുള്ള സഹിഷ്ണുത പ്ലീസ്. ഒറ്റ കാര്യമുള്ളൂ. UDFന്റെയും ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണോ അല്ല, അതൊരു ചോദ്യമാണ്. പറയൂ. ഉത്തരം പറയാൻ അറിയാത്ത ആളുകളെ ആണിൽ ബോർഡിൽ നിർത്തരുത്. അത് ശരിയല്ലല്ലോ. എല്ലാരും ജനപ്രതിനിധികളല്ലേ? പറയട്ടെ. എല്ലാരും ജനപ്രതിനിധികളല്ലേ? കള്ളത്തരം പറഞ്ഞ് ഫലിപ്പിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 23 മെമ്പർമാരെ ബാധിക്കുന്ന പ്രശ്നം അവർ പറയണ്ടേ? ജനപ്രതിനിധികളോട് ചോദ്യം ചോദിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. താങ്കളുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ ഈ ആക്ഷേപം ഉന്നയിച്ചെന്നാ പറയുന്നത്. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെല്ലുവിളിച്ചു പറഞ്ഞു. വെല്ലുവിളി ഞാൻ ഏക്കുവാണ്. പറഞ്ഞു അതിനകത്ത് വേണ്ട, പ്രോജക്റ്റ് DPR വേണ്ട, ഈ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച ഒരു DPR വേണ്ട എന്ന ഒരംഗത്തിന്റെ പരാമർശത്തിന്റെ പേരിൽ അത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ മിനിറ്റ്സിൽ അതുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിലും വെല്ലുവിളിച്ച് പറഞ്ഞു ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ, അത് കാട്ടിത്തരട്ടെ. നിങ്ങൾ തമ്മിൽ പരസ്യ സംവാദത്തിന് തയ്യാറാണോ? എന്ത് ജോലിയും നിങ്ങൾ തമ്മിൽ പരസ്യ സംവാദത്തിന് തയ്യാറാണോ? ഞങ്ങൾ വന്നോളാം കേട്ടോ. ശരി. ഇനി അടുത്ത 5 വർഷം നിങ്ങൾക്ക് ലഭിച്ച UDF അനുകൂലമായിട്ട് എരുമേലിലെ ജനങ്ങൾ വിധി എഴുതിയാൽ ഞങ്ങൾക്ക് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉണ്ടാവും. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ നടപ്പാക്കിയാൽ കേരളത്തിലെ ഏറ്റവും നല്ല മനോഹരമായ ഒരു പഞ്ചായത്താണെന്നും അത് വരുത്തി തീർക്കുവാനും അതുപോലെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ തീർത്ഥാടന കേന്ദ്രമായി വരുന്ന മുഴുവൻ ആളുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. തിരുപ്പതി പോലെ, വേളാങ്കണ്ണി പോലെ, ഗുരുവായൂർ പോലെ മനോഹരമായ ഒരു ഗ്രാമമാക്കി ഒരു പഞ്ചായത്തായി മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞത് ഈ ഒരു ഇത്രയും ഇപ്പൊ നമ്മള് മണ്ഡലകാലത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുന്നു. ഇതുവരെ ഈ എരുമേലി ഗ്രാമപഞ്ചായത്തില് ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ശബരിമല സീസണിൽ ഒരു വീഴ്ച വരുത്തിയതായിട്ട് പറയാനുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ അധികാരം അല്ല പഞ്ചായത്തിന്റെ അധികാര പരിധി നിന്നുകൊണ്ട് നമ്മുടെ സമയം കഴിയുകയാണ്. അടുത്ത 5 വർഷം തുടർ ഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യും? പറയൂ. പ്രസിഡന്റ് പറയാൻ പറ്റുമോ? അടുത്ത 5 വർഷം ചെറിയൊരു ക്യാമറ പോലെയല്ല ലിസി മെമ്പർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടുത്ത 5 വർഷം കിട്ടിയാൽ 5 വർഷം നിന്നാൽ എരുമേലിയുടെ മുഖഛായ തന്നെ മാറും. മിനി സിവിൽ സ്റ്റേഷൻ വരും. FSCPയുടെ ഏറ്റവും വലിയ മിഷന്റെ FSCP വരും. എരുമേലിയുടെ
എരുമേലിയുടെ മുഖച്ഛായ തന്നെ മാറും. ഉറപ്പിച്ച് പറയുന്നു. സമഗ്രമായ വികസനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എരുമേലിയുടെ മുഖച്ഛായ മാറിയിരിക്കും. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 എരുമേലി ഗ്രാമപഞ്ചായത്തിലെ സംവാദം ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും അടുത്ത ഗ്രാമപഞ്ചായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.